പരിശോധിച്ചു വന്നത് സംസ്ഥാനത്തിന്റെ പൊതുരാഷ്ട്രീയമാണ്. ജില്ലകളിലൂടെ സഞ്ചരിച്ച് ജില്ലകൾ സംസാരിക്കുന്ന രാഷ്ട്രീയം എന്താണ് അവസാന ഘട്ടത്തിലെ ട്രെൻഡ് എന്നതാണ് പരിശോധിച്ചത്. ഇനി നമ്മൾ പോകുന്നത് ആലപ്പുഴയിലേക്കാണ്. ആലപ്പുഴ വലിയ പ്രത്യേകതകളുള്ള ജില്ലകളാണ്. അമ്പലപ്പുഴയിലെ ജി സുധാകരന്റെ സ്ഥാനാർത്ഥിത്വം മുതൽ ആലപ്പുഴയെ നിർണായകമാക്കുന്ന ഘടകങ്ങൾ നിരവധിയുണ്ട്. സംസ്ഥാനത്ത് ഏത് ട്രെൻഡ് ഉണ്ടായാലും ആലപ്പുഴ ഇടതുപക്ഷത്തിനൊപ്പം എന്നതായിരുന്നു പൊതുവിൽ കരുതുന്നത്. പക്ഷേ ഇത്തവണ ആ കണക്കുകളിലൊക്കെ ചില മാറ്റമുണ്ടാകുന്ന സൂചനകൾ വരുന്നുണ്ട്. കുട്ടനാട് വലിയ മത്സരം നടക്കുന്നുണ്ട്, അരൂരിൽ മത്സരമുണ്ട്, ചെങ്ങന്നൂരും മാവേലിക്കരയ്ക്കും അപ്പുറം ഇടതുപക്ഷത്തിന് അത്ര കണ്ട് ഉറപ്പിക്കാവുന്ന മണ്ഡലങ്ങളില്ല എന്ന സൂചനകളൊക്കെയാണ് ആലപ്പുഴയിൽ നിന്നും വരുന്നത്. ശരണ്യ സ്നേഹജൻ ചേരുന്നു. ശരണ്യ, എന്താണ് ആലപ്പുഴയുടെ ഒരു ട്രെൻഡ്? ഇനി 2 ദിവസം മാത്രമാണ് പരസ്യപ്രചരണം. അമ്പലപ്പുഴ അടക്കമുള്ള മണ്ഡലങ്ങൾ പറയുന്ന പൊതു ട്രെൻഡ് എന്താണ്? സജിത്ത്, സംസ്ഥാനത്ത് തന്നെ ഏറ്റവും ശ്രദ്ധേയമായ മത്സരം നടക്കുന്ന ജില്ലകളിലൊന്നാണ് ആലപ്പുഴ എന്ന് പറയാം. കാരണം CPM-നെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ കോളിളക്കമുണ്ടാക്കിയ ഒരു സ്ഥലം കൂടിയാണ് അമ്പലപ്പുഴയിലെ ജി സുധാകരന്റെ സ്ഥാനാർത്ഥിത്വം. അമ്പലപ്പുഴ ഉൾപ്പെടെയുള്ള 9 മണ്ഡലങ്ങൾ അടങ്ങുന്ന ജില്ലയാണ് ആലപ്പുഴ ജില്ല. അതുകൊണ്ട് തന്നെ ആലപ്പുഴ സാധാരണഗതിയിൽ ഇടതുപക്ഷത്തിന്റെ കോട്ടയായി കഴിഞ്ഞ തുടർച്ചയായ തെരഞ്ഞെടുപ്പുകൾ നിലനിൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഇടതുപക്ഷം അധികാരത്തിലേറ്റാൻ നിർണായകമായ സംഭാവന നൽകുന്ന ഒരു ജില്ല കൂടിയാണ് ആലപ്പുഴ. ആ ആലപ്പുഴ ഇത്തവണ തെരഞ്ഞെടുപ്പിൽ ശക്തമായ പോരാട്ടത്തിലേക്ക് പല മണ്ഡലങ്ങളും പോകുന്നു എന്നുള്ള സൂചനകളാണ് നമുക്ക് അവസാന നിമിഷം നൽകാനുള്ളത്. ആലപ്പുഴയിൽ LDF-നെ സംബന്ധിച്ച് ഉറച്ച കൂട്ടകൾ എന്ന് പറയാൻ കഴിയുന്ന ഒരു സാഹചര്യം നിലവിലുള്ളത് ചെങ്ങന്നൂരും ഒപ്പം തന്നെ മാവേലിക്കരയും മാത്രമാണ്. അതിനപ്പുറത്തേക്ക് മറ്റെല്ലാ ഇടങ്ങളിലും കടുത്ത പോരാട്ടം നടക്കുന്നു എന്നുള്ളതാണ്. ആലപ്പുഴ മണ്ഡലത്തിൽ PP ചിത്തരഞ്ജനെതിരെ AD തോമസ് ആണ് മത്സരിക്കുന്നത്. ചിത്തരഞ്ജന് കൃത്യമായ ഒരു എഡ്ജ് തെരഞ്ഞെടുപ്പിൽ ആദ്യഘട്ടത്തിൽ ഉണ്ടായിരുന്ന ഒരു മണ്ഡലമാണ് ആലപ്പുഴ. പക്ഷേ ആലപ്പുഴയുടെ അവസാന റൗണ്ടിലേക്ക് നമ്മൾ വരുമ്പോൾ മത്സരം കടുക്കുന്നു എന്നുള്ളതാണ് നമുക്ക് പറയാൻ കഴിയുക. അവിടെ LDF-ഉം UDF-ഉം തമ്മിലാണ് മത്സരം ഉള്ളത്. അതുമാത്രമല്ല, തീരദേശ മേഖലകളിലെ വോട്ട്, ഒപ്പം തന്നെ തീരദേശ മേഖലകൾ UDF ഉണ്ടാക്കുന്ന ഒരു തരംഗം അത് കിഴക്കൻ മേഖലകളിലേക്ക് പോകുമോ എന്നുള്ളതാണ്. തീർച്ചയായും ഇത്രയും നാള് ആളുകളുമായിട്ടുള്ള ഇടപഴകിയ കോൺഫിഡൻസും ഒപ്പം തന്നെ ഒരു ജനകീയ MLA എന്നുള്ളൊരു മുഖവും കൊണ്ടാണ് PP ചിത്തരഞ്ജൻ ആലപ്പുഴയിൽ തെരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിക്കുന്നത്. പക്ഷേ മറ്റ് ഒരു തലത്തിലുള്ള ഒരു സ്ഥാനാർത്ഥി, യുവത്വത്തിന് പ്രാധാന്യം നൽകിയ ഒരു സ്ഥാനാർത്ഥിയെ നിർത്തി മറ്റൊരു തലത്തിലേക്ക് ഉള്ള ഒരു മത്സരം കൊണ്ടുവരാനായി അവിടെ UDF-ന് കഴിഞ്ഞു എന്നുള്ളതാണ്. അങ്ങനെ ആലപ്പുഴ ജില്ലയിൽ വളരെ കോൺഫിഡൻസ് ഉള്ള മണ്ഡലങ്ങളിൽ ഒന്നായിരുന്ന ആലപ്പുഴയെയും മത്സരത്തിന്റെ കളത്തിലേക്ക് ഇറക്കാൻ UDF-ന് കഴിഞ്ഞു എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. അമ്പലപ്പുഴയിലേക്ക് പോവുകയാണെങ്കിൽ അമ്പലപ്പുഴയെ സംബന്ധിച്ചിടത്തോളം CPM-ന്റെ എല്ലാ മെഷീനറീസും അവർ ഇറക്കി മത്സരം കളം പിടിക്കാൻ ശ്രമിക്കുന്ന ഒരു സ്ഥലമാണ് അമ്പലപ്പുഴ നിയോജക മണ്ഡലം. കാരണം അതിന് ഏറ്റവും പ്രധാനപ്പെട്ട ജി സുധാകരന്റെ സ്ഥാനാർത്ഥിത്വവും സ്വതന്ത്ര സ്ഥാനാർത്ഥിത്വവും UDF-ന്റെ ഒരു പിന്തുണയും കൂടിയാണ്. അത്തരത്തിൽ ഒരു ജനകീയ പിന്തുണ, UDF-ന്റെ പിന്തുണ കൂടി എത്തിയതോടെ ആ സ്വതന്ത്ര സ്ഥാനാർത്ഥിത്വത്തിന് മറ്റൊരു മാനം കൈവരിക്കുകയും അവിടെ കടുത്ത മത്സരത്തിലേക്ക് പോവുകയും ചെയ്തിട്ടുണ്ട്. ആലപ്പുഴ അമ്പലപ്പുഴ മണ്ഡലങ്ങളുടെ ഒരു പശ്ചാത്തലം നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ അത് അത്ര കണ്ട് LDF അനുകൂല മണ്ഡലങ്ങളിൽ അവിടെ നിൽക്കുന്ന സ്ഥാനാർത്ഥികൾ തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. കഴിഞ്ഞ തവണ ഒരു LDF വേവ് ഉണ്ടായിരുന്നത് കൊണ്ട് തന്നെയാണ് ഈ മണ്ഡലങ്ങളൊക്കെ 11,000-ഉം 13,000-ഉം ഒക്കെ മാർജിനിൽ കയറിപ്പോയിട്ടുള്ളത്. പക്ഷേ അവിടെ ഒരു UDF പശ്ചാത്തലം കൂടി വേരുകളുള്ള മണ്ഡലം കൂടിയാണ് അമ്പലപ്പുഴ. അതുകൊണ്ട് തന്നെ ആലപ്പുഴയും അമ്പലപ്പുഴയും ഇത്തവണ നിർണായകമായി ആലപ്പുഴയിൽ ശ്രദ്ധിക്കുന്ന മണ്ഡലങ്ങളാണ് എന്ന് തന്നെ പറയാം. അമ്പലപ്പുഴയിൽ ജി സുധാകരൻ അവസാന റൗണ്ടിലേക്ക് പോകുമ്പോൾ നമുക്ക് ഇഞ്ചോടിഞ്ച് പോരാട്ടം എന്ന് തന്നെ നമുക്ക് പറയാം. ഇവിടെ ആര് ജയിക്കും എന്നുള്ളത് നമുക്ക് പറയാൻ പോലും കഴിയാത്ത രീതിയിലുള്ള ഒരു മത്സരം നടക്കുന്ന ഒരു ഇടമായി അമ്പലപ്പുഴ മാറുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. പല തലങ്ങളിൽ നമ്മൾ പരിശോധിക്കുമ്പോൾ CPM-ന്റെ സംഘടനാ സംവിധാനത്തിലെ ചില ദൗർബല്യങ്ങൾ അവിടെ പ്രശ്നമാകുന്നുണ്ട്. മോളിത്തട്ടിൽ നിന്ന് നിർദ്ദേശങ്ങളുണ്ടെങ്കിലും താഴേക്ക് അത് എങ്ങനെ കൊണ്ടുവരാൻ കഴിയുമെന്നുള്ള ഒരു പ്രതിസന്ധി CPM-ൽ നിലനിൽക്കുന്നുണ്ട്. അതേസമയം CPM വിട്ടുപോയ ഒരാളെ തോൽപ്പിക്കുന്നതിന് വേണ്ടിയുള്ള ഒറ്റക്കെട്ടായുള്ള ഒരു നിലപാടെടുത്ത് സാധാരണഗതിയിൽ നമ്മൾ മറ്റ് തെരഞ്ഞെടുപ്പുകൾ കണ്ടിട്ടുണ്ട്. അങ്ങനെ ഒരു വോട്ട് ബാങ്ക് ഏകീകരിക്കുന്ന അല്ലെങ്കിൽ ഭിന്നതകളെ മറന്ന് ഏകീകരിക്കുന്ന രീതി സാധാരണഗതിയിൽ അങ്ങനെ ഇടതുപക്ഷത്തിന് അത്തരം ഒരു സ്വഭാവ രീതിയുണ്ട്. ആ രീതിയിൽ അത് പ്രതിഫലിപ്പിക്കും എന്നുള്ളതാണ്. പക്ഷേ ജി സുധാകരനെ സംബന്ധിച്ചും അദ്ദേഹത്തിന് കൃത്യമായി എഡ്ജുണ്ട്. കാരണം ഇത്രയും കാലം വികസനം നടത്തിയ ഒരു മണ്ഡലമാണ്. അതുകൊണ്ട് തന്നെ ആ വികസനങ്ങൾ മുൻനിർത്തി ജനകീയ പിന്തുണയും ഒപ്പം തന്നെ നിഷ്പക്ഷ വോട്ടുകളും ഒക്കെ കേന്ദ്രീകരിച്ച് വിവിധ മുന്നണികളിൽ നിന്ന് BJP അടക്കമുള്ള ND അടക്കമുള്ള മുന്നണികളിൽ നിന്നും നിഷ്പക്ഷരായി ചിന്തിച്ച് തനിക്ക് വോട്ട് ലഭിക്കുമെന്നുള്ള പ്രതീക്ഷയിൽ സുധാകരൻ മുന്നോട്ട് പോകുമ്പോൾ അമ്പലപ്പുഴയുടെ പോരാട്ടം തീപാറുന്ന പോരാട്ടം എന്ന് തന്നെ നമുക്ക് പറയാം. സംസ്ഥാനത്ത് ഏറ്റവും ശ്രദ്ധേയമായ മത്സരം നടക്കാൻ പോകുന്നത് അമ്പലപ്പുഴയായിരിക്കും. അവിടെ കൃത്യമായി ഒരു
മെജോറിറ്റി ആർക്ക് എന്ന് നമുക്കിപ്പോൾ പറയാൻ കഴിയാത്തൊരു സാഹചര്യമുണ്ട്. ജി സുധാകരൻ്റെതായ സ്വാധീനം ഉള്ള ഒരിടം, അതോടൊപ്പം തന്നെ ഇടതുപക്ഷം ഒറ്റക്കെട്ടായി അവിടെ ഇറങ്ങുമോ എന്നുള്ളത്. അങ്ങനെയാണെങ്കിൽ പരാജയത്തിലേക്ക് ഇടതുപക്ഷത്തിൽ പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ അത് തീർച്ചയായും ജി സുധാകരൻ ഉന്നയിച്ച ആരോപണങ്ങൾ ശരിവെക്കുന്ന ഒരു തലത്തിലേക്ക് കാര്യങ്ങൾ എത്തിക്കും. അതുകൊണ്ട് തന്നെ സംസ്ഥാന നേതൃത്വത്തിന്റെ പ്രത്യേക ശ്രദ്ധയിൽ മുന്നോട്ട് പോകുന്ന മണ്ഡലം അമ്പലപ്പുഴ എന്ന് തന്നെ നമുക്ക് പറയാൻ കഴിയാം. മറ്റൊന്ന് ചെങ്ങന്നൂരാണ് പ്രധാനമായും സജി ചെറിയാൻ മത്സരിക്കുന്നത്. ജില്ലയിലെ ഏറ്റവും ശരണ്യ, ആലപ്പുഴയുടെ രാഷ്ട്രീയ സാഹചര്യങ്ങളാണ് വിശദീകരിച്ചത്. ഒരു കാര്യം വ്യക്തമാണ്, അമ്പലപ്പുഴ അടക്കമുള്ള മണ്ഡലങ്ങൾ പറയാൻ പോകുന്ന രാഷ്ട്രീയം പ്രധാനപ്പെട്ടതാണ് എന്ന് മാത്രമല്ല, അമ്പലപ്പുഴയിലെ ജയപരാജയങ്ങൾ സംസ്ഥാനത്ത് വലിയ തുടർച്ചകൾക്ക് ഇടവെക്കുന്നത് കൂടിയാണ്. കേരളം ആര് പിടിക്കുന്നു എന്നത് ഒരു വശത്ത്, അതിനുമപ്പുറം അമ്പലപ്പുഴയിലെ തെരഞ്ഞെടുപ്പ് വിധിക്ക് മറ്റൊരു പ്രാധാന്യമുണ്ട് എന്നതാണ്. ഞങ്ങളൊക്കെ അമ്പലപ്പുഴയിൽ നേരിട്ടെത്തിയപ്പോൾ അത് ബോധ്യപ്പെട്ടതുമാണ്. അതുകൊണ്ട് വലിയ തുടർച്ചകൾക്ക് ഇടവെക്കുന്ന വലിയ രാഷ്ട്രീയ മാറ്റങ്ങളുടെ തുടർച്ച ഉണ്ടാകാൻ സാധ്യതയുള്ള നീക്കങ്ങളൊക്കെ നമുക്ക് അമ്പലപ്പുഴയിൽ നിന്ന് പ്രതീക്ഷിക്കുകയും ചെയ്യാം. അതാണ് ആ സാഹചര്യങ്ങളിൽ നിന്നും നമുക്ക് കാണാനാവുന്ന സാഹചര്യങ്ങൾ. എന്തായാലും വളരെ പ്രധാനപ്പെട്ട രാഷ്ട്രീയ നീക്കങ്ങളൊക്കെ ഇവിടെ ഉണ്ടാവുകയും ചെയ്യും. നമുക്ക് ചില വോട്ടർമാർ കൂടിയുണ്ട്. വോട്ട് ചെയ്യണ്ട ഇത്തവണ? എങ്ങനെ ഈ സർക്കാർ ഇത് വീണ്ടും വരുമെന്നൊക്കെ പറയുന്നുണ്ട്, ശരിയാണോ? ഇല്ലല്ലേ. നിങ്ങളൊക്കെ ഇവിടെ ഇടതുപക്ഷക്കാരാണോ അതോ? ഇല്ല. മുഖ്യമന്ത്രി വിജയിക്കോ ഇവിടുന്ന്? മുഖ്യമന്ത്രി വിജയിക്കോ ഇവിടുന്ന്? മുഖ്യമന്ത്രി വിജയിക്കുമോ ജനങ്ങളുടെ കാര്യമല്ലേ? അല്ല, ഭൂരിപക്ഷം കൂട്ടും? ഭൂരിപക്ഷം കുറേ സാധ്യത, കുറയാൻ സാധ്യത, ഭരണമാറ്റം ഉണ്ടാവും. എന്താണ് കോൺഗ്രസ് കേരളത്തിൽ അധികാരത്തിൽ? എന്താണ് അങ്ങനെ ഒരു സാഹചര്യം? വിലക്കയറ്റം ഒരു ഭാഗത്ത്, പിന്നെ ക്രമസമാധാനം, പിന്നെ ലഹരി മാഫിയയുടെ പിടിയിലേക്ക് കേരളം വൈദ്യുതി മാറുന്നു. അത് നമ്മൾ ആഭ്യന്തര വകുപ്പാന്ന് നിയന്ത്രിക്കണം. നമ്മൾ സാധാരണ മനുഷ്യന്മാരൊന്നും വിചാരിച്ചാൽ കഴിയില്ല. യുവതലമുറയെ നശിപ്പിച്ചെടുത്താൽ അത് നമ്മുടെ സമൂഹത്തിലായാലും നമ്മുടെ വീട്ടിലായാലും അത് ഇവിടുത്തെ കേന്ദ്ര ഗവൺമെന്റും സ്റ്റേറ്റ് ഗവൺമെന്റും വിചാരിച്ചാലേ അതിനെ കഴിയും. കുറച്ചു കാലം കൊണ്ട് കേരളം ലഹരി മാഫിയയുടെ കയ്യിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കും. ഈ വയനാട് അവിടുത്തെ പുനരധിവാസ പ്രവർത്തനങ്ങളൊക്കെ തെരഞ്ഞെടുപ്പിനെ സ്വാധീനിക്കുമെന്നാണ് പറയുന്നത്, ശരിയാണോ? ഒരു ദുരന്ത ഭൂമിയിൽ നമ്മൾ വോട്ടാക്കി മാറ്റുന്നത് ശരിയല്ല. ഒരു ഭൂമിയിൽ സാധാരണ ഏത് ഗവൺമെന്റ് ആയാലും വ്യക്തികളായാലും പോരായ്മകളെല്ലാം ഉണ്ടാവും. അതൊരു ദുരന്തം നടന്നതാണ്. ആ വോട്ടിന് വേണ്ടിയിട്ട് രാഷ്ട്രീയം കളിക്കുന്നത് ശരിയല്ല. അങ്ങനെ പല ദുരന്തങ്ങളും ഇന്ത്യയിലും കേരളത്തിലും വന്നിട്ടുണ്ട്. അതിനൊന്നും നമ്മൾ വോട്ടാക്കി മാറ്റേണ്ടിയില്ല, ഒരു രാഷ്ട്രീയ നേട്ടത്തിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത് ശരിയല്ല. എന്തായാലും നമ്മൾ ധർമ്മട മണ്ഡലത്തിലെ വോട്ടർമാരെയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. വ്യത്യസ്തമായി ഇത്തവണ ഭരണമാറ്റമുണ്ടാകുമെന്ന് ഉറപ്പ് പറയുന്ന മുഖ്യമന്ത്രിയുടെ വീടിന് സമീപമുള്ള ഒരു വോട്ടറെ കൂടിയാണ് നമ്മൾ കാണുന്നതെന്ന പ്രത്യേകതയുമുണ്ട്. അങ്ങനെ വ്യത്യസ്തമായ രാഷ്ട്രീയം പറയുന്ന ഇടം ഒക്കെയാണിത്. എന്തായാലും നമുക്ക് കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.